5458 ഒരു നീല സ്കോർപിയോ ഒരാളെ തട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ അവിടെ ഈ മണൽക്കാലത്തും മണ്ണ് നികത്തലുമെല്ലാം ഒരുതരം മണി ചെയിൻ ബിസിനസ്സാണ്. മുകളിലുള്ളവർക്ക് 10 രൂപ കിട്ടിയാൽ താഴെയുള്ളവർക്കും കിട്ടും അതിന്റെ വിഹിതം. പിന്നെ ഈ മണി ചെയിൻ പൊട്ടിയതുപോലെ പൊട്ടാ നോക്കിയാ നന്നു. എങ്ങനെ പൊട്ടാന്? ഒരു കോണ്ടല്ലേ ചന്ദ്രഹാസൻ അതിന്റെ ചങ്ങല തീർത്തിരിക്കുന്നത്. ഹലോ, ഞാൻ MLA ചന്ദ്രഹാസനാ. എടോ, ആ സുകുമാരൻ അവന്റെ ഭാര്യയെ വെട്ടി. മുൻ SI മിന്നൽ സുകുമാരൻ. ഇപ്പൊ കുറച്ചു മുൻപെന്നാ എനിക്ക് വിവരം കിട്ടിയത്. അവൻ സംഭവ സ്ഥലത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ പൊക്കണം. എന്തിനാ സാർ അവനെ ചെയ്ത്? കൊല്ലാനല്ലാതെ പിന്നെ എന്തിനാണോ വെട്ടുക? അതും ഒരു വെട്ടല്ല, മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെ 9 വെട്ട്. അവൻ രക്ഷപ്പെടും മുമ്പ് താൻ അവനെ കസ്റ്റഡിയിൽ എടുക്കണം. ഇതോടെ അവന്റെ ഇടപാട് നമുക്ക് തീർക്കണം. രവീന്ദ്ര, വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിമൊഴി തരാനാ ഞാനിപ്പോ വന്നത്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 6:07 ഇടയ്ക്ക് ഒരു ദൈവം ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നു. 9 വെട്ടാ വെട്ടിയത്. ഇപ്പഴേതാണ്ട് മരിച്ചു കാണും. അപ്പോഴേക്കെത്തി മീഡിയക്കാരി. ദൈവം ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോഴേക്കും ഇവന്മാർക്ക് വിവരം കൊടുക്കുന്ന തോന്നുന്നത്. അന്ത്യശ്വാസം വലിക്കുമ്പോഴേക്കും ഇവർ ഹാജരുണ്ടാവും. സുകുമാര, നീ ആയുധം താഴെക്ക്. അതിനു മുമ്പ് ഒരു ചോദ്യത്തിന് നീ മറുപടി തരണം. ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടാത്തൊരു വകുപ്പ. ദൈവം ഒരാളെ കൊന്നാൽ ദൈവത്തിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്താ? അത് പിന്നെ നീയും കുഴഞ്ഞു പോയല്ലേ? എനിക്ക് ഞാൻ പറയാം, ദൈവം ഒരാളെ കൊന്നാൽ ശിക്ഷിക്കാൻ വകുപ്പില്ല. കാരണം കാലാകാലങ്ങളായി സൃഷ്ടിക്കലും കൊല്ലലും ഒക്കെ തന്നെയാണ് ദൈവത്തിന്റെ പ്രധാന പണി. പക്ഷേ ചില നേരങ്ങളിൽ ദൈവം ഇതുപോലെ അസമയത്ത് ശിക്ഷിക്കും. സഹികെട്ട് കെത്തിമുട്ടി ഉള്ളിൽ കരഞ്ഞും കണ്ണീരൊഴിക്കും ദൈവം ശിക്ഷ നടപ്പാക്കും. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും സഹിക്കാൻ പറ്റാതെ വന്നാ പിന്നെന്ത് ചെയ്യും? അങ്ങനെ നേരെ കരുണയോടെ ദൈവം വെട്ടിയതാരെയാണെന്ന് രവീന്ദ്രൻ അറിയോ? എന്റെ ഭാര്യ സന്ധ്യയെ. എന്റെ ജീവിതത്തിലേക്ക് കാച്ചെണ്ണയുടെ സുഗന്ധം കൊണ്ടുവന്ന ആയുധം താഴെക്ക്. ദൈവത്തെ പേടിയില്ലാത്ത നിനക്ക് ആയുധത്തെ പേടിയുണ്ടല്ലേ? ദളിതനെ പുച്ഛിക്കുന്ന നിനക്കൊക്കെ ആയുധത്തെ ഭയവും ബഹുമാനവും ഉണ്ടല്ലേ? ആയുധം
ഈ ആയുധം കൊണ്ട് എന്തിനാണ് ദൈവം എന്റെ ഭാര്യയെ വെട്ടിയതെന്ന് നീ അറിയണം. ഒരുവൻ ആരോടും പറയാതെ ഉള്ളിൽ നീറിയും വേദനിച്ചും കൊണ്ട് നടന്നിരുന്ന ഒരു വ്രണത്തിൽ അവൾ കുത്തി. അയിത്തക്കാരനെന്ന അധമബോധത്തിന്റെ പൊട്ടിയൊലിക്കുന്ന വ്രണത്തിൽ. ഒരു വട്ടമല്ല, കുത്തുവാക്കുകൾ കൊണ്ട് പലവട്ടം. മറ്റുള്ളവരുടെ പല തെറ്റുകളും ദൈവം പൊറുക്കും. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒരു ചെറിയ തെറ്റ് പോലും ദൈവം പൊറുക്കില്ല. ഒരു ചെറിയ തെറ്റ് പോലും. എൻ്റെ സങ്കടം അതല്ല. 9 വെട്ട് വെട്ടിയിട്ടും അവൾ ഒരു വട്ടം പോലും സുഖവേട്ട എന്ന് നിലവിളിച്ചില്ല. അരുതേതൊരു വാക്കുപോലും പറഞ്ഞില്ല. അത്രയ്ക്കും അന്യനായിരിക്കണം ഞാൻ അവൾക്ക്. ആരുമല്ലാത്തൊരാൾ. ദൈവം ചെയ്ത തെറ്റിന് സുകുമാരൻ കീഴടങ്ങിയിരിക്കുന്നു.